സാൾട്ട് ആൻഡ് ക്യാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീമിൽ എത്ര തരം സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതെന്തൊക്കെയാണ് എന്നുള്ളത് നിരവധി പേർക്ക് ഇപ്പോഴും സംശയമുണ്ട്. കീമിൽ പ്രധാനമായിട്ടും രണ്ട് തരം സ്പോട്ട് അലോട്ട്മെൻറ്റാണുള്ളത്. ഒന്ന് സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്, രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒന്നേ നടക്കുകയുള്ളൂ. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് സമയം അനുസരിച്ച് ചിലപ്പോൾ 1, 2, 3 നടന്നേക്കാം. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റിപ്പുലേറ്റഡ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എത്ര എണ്ണം നടത്താൻ പറ്റുമോ അത്രയും സ്പോട്ട് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ നടന്നേക്കാം. സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഗവൺമെൻറ് കോളേജുകളിലെ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഞാൻ പറയുന്നത്. സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജുകളിലേക്കും എയ്ഡഡ് കോളേജുകളിലേക്കും നടത്തുന്നതാണ്. അത് ഒറ്റൊരു സെൻറ്ററിൽ എല്ലാ കോളേജുകളിലേക്കും വേണ്ടി ഒറ്റൊരു സെൻറ്ററിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് കേസിൽ സാധാരണഗതിയിൽ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ബാക്കി വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് നടത്തുന്ന അലോട്ട്മെൻറ്റാണ്, ഒറ്റ പ്രാവശ്യം നടത്തുന്ന അലോട്ട്മെൻറ്റാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും അവിടെ വന്ന് ആ ഒരു സ്പോട്ടിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കോളേജുകളിലേക്കും സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. പക്ഷേ എല്ലാവരും വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലതും പിന്നെയും ഉണ്ടാവും. പക്ഷേ അർഹരായ കുട്ടിക്ക്, ഏറ്റവും റാങ്ക് കൂടിയ കുട്ടിക്ക് ഏറ്റവും റാങ്ക് നല്ല കോളേജിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതേസമയം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിൽ ഉള്ള ഒഴിവിലേക്ക് ആ കോളേജിൽ വെച്ച് തന്നെ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന രീതിയാണ്. കോളേജിലുള്ള ഒഴിവിലേക്ക് കോളേജിൽ വെച്ച് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുക. അപ്പോൾ കോളേജിൽ വെച്ച് നടത്തുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളാകുമ്പോൾ ഈ കോളേജിൽ നടത്തുന്ന അതേ ദിവസം തന്നെ മറ്റൊരു കോളേജിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഡീറ്റെയിൽസ് നമ്മൾ അഡ്മിഷൻ സ്ലിപ്പും അതേപോലെ എല്ലാ ഡോക്യുമെൻറ്റും സഹിതം നമ്മൾ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോകേണ്ടി വരും. ഇപ്പോൾ ചില സ്ഥലത്ത് കാൻഡിഡേറ്റും ചില സ്ഥലത്ത് അച്ഛനും മറ്റു സ്ഥലത്ത് അമ്മയൊക്കെ പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എവിടെയാണോ ആദ്യം അഡ്മിഷൻ കിട്ടുന്നത് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് തരം സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് സാധാരണ ഉണ്ടാവാറ്. എപ്പോഴും ഒരു കാൻഡിഡേറ്റിന് മെച്ചം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റാണ്. ഈ വർഷം സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുമോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി അടുത്ത ദിവസം തന്നെ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി, നമസ്കാരം.